ഇപ്പോൾ CPM നേതാവ് EP ജയരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ EP ജയരാജൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്, തീരാ നഷ്ടമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ താങ്കൾ ഏത് രീതിയിലാണ് ഓർത്തെടുക്കുന്നത്? സീതാറാം യെച്ചൂരി കുറെ ദിവസമായി രോഗാതുരനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗം വേഗത്തിൽ തന്നെ ഭേദമായി വരട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണം കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ വല്ലാത്ത ദുഃഖമാണ്, വേദന ഉണ്ടാകുന്നത്. അദ്ദേഹവുമായി എനിക്ക് ഒരു 40 വർഷക്കാലത്തിലധികം ബന്ധമുണ്ട്. ഏറ്റവും അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ ജനാധിപത്യ മതേതര ശക്തികളെയും ഒന്നിപ്പിച്ചു നിർത്തി ഒരു പുതിയ ഐക്യം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ സംഭാവന ചെയ്ത നേതാവാണ്. ഇന്ത്യയിൽ തൊഴിലാളി കർഷകാദി പ്രസ്ഥാനങ്ങൾ സംരക്ഷിക്കാനും കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും ഒരു ജീവിതം അർപ്പിച്ച നേതാവാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഉന്നത വിദ്യാഭ്യാസം നേടി മാർക്സ് ലെനിനിസത്തിൽ ആകൃഷ്ടനായി ഒരു വിപ്ലവകാരിയായി, ഒരു പോരാളിയായി, ഒരു കമ്മ്യൂണിസ്റ്റ് നായകനായി അദ്ദേഹം ഇന്ത്യയിൽ നിറഞ്ഞു നിന്നു. അദ്ദേഹം കേരളത്തോട് ഏറ്റവും അധികം ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച നേതാവാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്രയോ പ്രാവശ്യം സന്ദർശനം നടത്തുകയും അദ്ദേഹത്തിന് നല്ലതുപോലെ സുപരിചിതമാണ് കേരളം. കേരളത്തെ അങ്ങേയറ്റം സ്നേഹിച്ച, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എല്ലാ കാലങ്ങളിലും അദ്ദേഹം നല്ലതുപോലെ സ്നേഹിച്ച് വളർത്തിയെടുക്കാൻ വലിയ ശ്രമം നടത്തിയ നേതാവാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റിന് വലിയ നഷ്ടമാണ്. ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ജനങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ജീവിതമർപ്പിച്ച ആ വലിയ വിപ്ലവകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. EP ജയരാജൻ CPMന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ഉയർച്ചയെ കുറിച്ചുകൂടി ചിന്തിക്കുന്ന ഒരു നേതാവായിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. മതേതരത്വ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ നമുക്ക് ഏത് രീതിയിൽ വിലയിരുത്താം? ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ, എല്ലാ ജനാധിപത്യവാദികളെയും സംരക്ഷിക്കാൻ, ഒരു പുതിയ ഇന്ത്യക്ക് രൂപം കൊടുത്ത് വളർത്തിയെടുക്കാൻ മാർക്സ് ലെനിനിസത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വിലപ്പെട്ടതാണ്. ഇന്നത്തെ ഇന്ത്യ സഖ്യം, ആ സഖ്യത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും നേതൃത്വപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തെ വളർത്തിയെടുത്തത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട്, ഭരണരംഗത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അതിന്റെ നേതാക്കളുമായിട്ടുമൊക്കെ വലിയ സുഹൃത്ത് ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കാത്തു സൂക്ഷിച്ചിട്ടുള്ള നേതാവാണ്. എല്ലാവരും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഈ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിപ്ലവകാരിയാണ്, ഒരു ഉജ്ജ്വലനായ വിപ്ലവകാരിയാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം എല്ലാവർക്കുമുള്ള നഷ്ടമാണ്. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്രകാശ് കാരാട്ടിൽ നിന്നും CPM ജനറൽ സെക്രട്ടറി പദം സീതാറാം യെച്ചൂരിയിലേക്ക് എത്തിയത്. CPM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഗൈഡൻസും താങ്കളെപ്പോലുള്ള നേതാക്കൾക്ക് ഏത് രീതിയിലാണ് പ്രചോദനമായിട്ടുള്ളത്? ഞാനും അദ്ദേഹവും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ഞാനും അദ്ദേഹവും ബുദ്ധദേവും ഒക്കെ റഷ്യയിൽ പോകുന്ന അവസരത്തിലൊക്കെ അദ്ദേഹം ഞങ്ങളോടൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹവും അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ആ മമതയുമെല്ലാം എന്നും ഓർമ്മിക്കുന്നതാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ ഇന്ത്യൻ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഒരു വിപ്ലവകാരിക്ക് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ജീവിതാവസാനം വരെ ചെയ്തു. അങ്ങനെ ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ ജനതക്ക് അർപ്പിച്ച നേതാവാണ്. തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായപ്പോഴും അത്തരം പ്രശ്നങ്ങളൊന്നും കാണാതെ അദ്ദേഹം ജനങ്ങളെ സേവിക്കുകയായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സേവിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു പ്രതിഭാശാലിയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഈ വളരെ നഷ്ടം നന്ദി വലിയ ശ്രീ നഷ്ടം. പി ജയരാജൻ, താങ്കളുടെ അനുസ്മരണം അറിയിച്ചതിന്.